വാർത്തകളിലേക്ക് വിശദമായി. കൊച്ചിയിൽ ദേശീയപാത ഉപരോധത്തിനിടെ നടൻ ജോജുവിന്റെ വാഹനം തകർത്ത കേസിൽ പ്രതി ജോസഫ് കുറ്റം സമ്മതിച്ചതായി പോലീസ്. കേസിൽ കൂടുതൽ പേർ പ്രതികളാകാനാണ് സാധ്യത. അറസ്റ്റിലായ കോൺഗ്രസ് പ്രവർത്തകൻ ജോസഫിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. സിജോ വി ജോൺ വിവരങ്ങളുമായി ചേരുന്നു. സിജോ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകുമെന്നായിരുന്നു വരുന്ന റിപ്പോർട്ടുകൾ. ഇപ്പോൾ അറസ്റ്റിലായ പ്രതി ജോസഫ് കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് ജോസഫ് പോലീസിനോട് പറഞ്ഞത്? ജോജുവിന്റെ വാഹനം തകർത്ത സംഭവത്തിൽ ജോസഫ് കുറ്റസമ്മതം നടത്തിയെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ വാഹനം തടഞ്ഞ സമയത്ത് വാഹനത്തിന്റെ പുറകിലെത്തി ഇയാളാണ് ഈ ഗ്ലാസ് തകർക്കുന്നത്. അവിടെ കിടന്ന കല്ലെടുത്ത് ഈ ഗ്ലാസിൽ ഇടിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഗ്ലാസ് പൊട്ടിയത് എന്നാണ് വ്യക്തമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ജോജുവിന്റെ കാറ് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. അതിൽ നിന്ന് രക്തക്കറയും കണ്ടിരുന്നു. ഈ ജോസഫിന്റെ രക്തക്കറ തന്നെയാണ് ഈ വാഹനത്തിലുള്ളതെന്ന് തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ജോസഫിനെ ഇന്നലെയാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. അല്പസമയം മുമ്പ് തൃപ്പൂണിത്തുറയിലെ താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയിട്ടുണ്ട്. തിരികെ മരട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡിയിൽ വാങ്ങണം എന്ന് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നേയുള്ളൂ എന്ന് തന്നെയാണ് ACP അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുന്ന കാര്യം തന്നെ പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇന്നലെ ഈ ആദ്യ അറസ്റ്റ് ഉണ്ടായതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രതികളുടെ വീടുകളിലൊക്കെ ഉൾപ്പെടെ എത്തി പോലീസ് പരിശോധന നടത്തിയിരുന്നു. എന്നാൽ ഈ പ്രതികളെല്ലാം ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്നാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല അവരുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ പോലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത അവസ്ഥയാണെന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ അന്വേഷണവുമായി സഹകരിക്കുമെന്നും അറസ്റ്റ് ചെയ്താൽ തങ്ങൾ അതിനെ എതിർക്കില്ല എന്ന് തന്നെയാണ് കൊച്ചി മുൻ മേയർ കൂടിയായ ടോണി ചെമ്മണി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ പ്രതികൾ ഈ കേസിൽ ഉണ്ടാകുന്ന സൂചന തന്നെയാണ് പോലീസ് നൽകുകയും ചെയ്യുന്നത്. ആദ്യ ഘട്ടത്തിൽ ഇതിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നു. കൂടുതൽ ദൃശ്യങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൂടുതൽ ആളുകളെ ഇതിലേക്ക് പ്രതിപട്ടികയിലേക്ക് കൊണ്ടുവരുന്ന സാധ്യത പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നത്. സിജോ, ഇതിൽ കോൺഗ്രസ് നേതൃത്വം ഇത്തരം നടപടികൾ കാട്ടി തങ്ങളെ ഭയപ്പെടുത്തേണ്ട എന്ന നിലപാടിലൊക്കെയാണ്. പരസ്യമായ പ്രതികരണങ്ങളൊക്കെ അതാണ്. പക്ഷേ ഇപ്പോൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ വീടുകളിൽ ഇല്ല, അവർ ഒളിവിലാണ് എന്ന വിവരവും വരുന്നു. കോൺഗ്രസ് നേതൃത്വം ഏതെങ്കിലും തരത്തിൽ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ടോ? ഇതൊരു കള്ളക്കേസാണ് എന്നുള്ള കാര്യം തന്നെയാണ് ഈ കേസ് എടുത്തതിന് പിന്നാലെ ജില്ലാ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരുന്നത്. ഇതിനെ നിയമപരമായി തന്നെ നേരിടും എന്ന് പറയുകയും ചെയ്യുന്നു. ഈ കേസിൽ വാഹനം തകർത്ത കേസിൽ പ്രതിയേർക്കപ്പെട്ടിരിക്കുന്ന മുതിർന്ന നേതാവ് എന്ന നിലയിൽ ടോണി ചെമ്മണിയാണ്. ടോണി ചെമ്മണി ഇന്നലെ ഉച്ചവരെ അല്ല വൈകുന്നേരം വരെയൊക്കെ നമ്മൾ ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. നമ്മളോട് ഉൾപ്പെടെ പ്രതികരണം നൽകുകയും ചെയ്തതാണ്. എന്നാൽ അതിനുശേഷം ഇന്ന് നമ്മൾ ടോണി ചെമ്മണിയുമായി സംസാരിക്കുമ്പോൾ രാവിലെ വരെ സംസാരിക്കേണ്ട, അതിനുശേഷം ടോണി ചെമ്മണി ഫോൺ എടുക്കുന്നില്ല. ഒരുപക്ഷെ തിരക്കുകൾ കൊണ്ടാവാം എന്ന് നമുക്ക് കണക്ക് കൂട്ടാം. പക്ഷേ ഇതുമായി സഹകരിക്കും, അല്ലെങ്കിൽ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട നേതാക്കളല്ലാത്ത ഏതാനും ചില ആളുകൾ കൂടി ഈ പ്രതിപട്ടികയിലുണ്ട്. അവരെ നിരന്തരം പോലീസ് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ആ നേതാക്കൾ എല്ലാം തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണെന്നും ഇന്നലെ ഉൾപ്പെടെ രാത്രിയിൽ ഉൾപ്പെടെ ഇവരെ വീട്ടിലെത്തി കസ്റ്റഡിയിൽ എടുക്കാൻ ശ്രമിച്ചെങ്കിലും അവർ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്നുള്ള വിശദീകരണമാണ് പോലീസ് നൽകുകയും ചെയ്യുന്നത്. എന്തായാലും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തന്നെയാണ് കേസെടുത്തിരിക്കുന്നത് എന്നുകൊണ്ട് തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകും എന്നൊരു കാര്യം തന്നെയാണ് പോലീസ് ഇപ്പോഴും അറിയിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഇതിനെ ശരി, സിജോ വി ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ അറസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്ന റിപ്പോർട്ട് തന്നെയാണ് സിജോ പങ്കുവയ്ക്കുന്നത്.